അപ്പോൾ നമ്മൾ PCOSനെ കുറിച്ച് പല സബ്ജക്റ്റും നേരത്തെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഭയങ്കര കോമൺ, ഐ മീൻ ലൈക്ക് മോർ ദാൻ 30% എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരണേൽ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി എടുത്താലും വാജിനിസ്മസ് എടുത്താലും എന്ത് പ്രോബ്ലം എടുത്താലും ഇപ്പം ഗൈനക് പ്രശ്നങ്ങൾ എടുത്താലും എല്ലാത്തിലും PCOS ആണ് മെയിനായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വാജിനിസ്മസ് ബന്ധപ്പെടുമ്പോഴുള്ള പെയിനിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 95% PCOS കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ ഇപ്പോൾ മാരൈറ്റൽ ഡിസ്കോർഡൻസി, വഴക്ക്, തല്ലുകൂട്ടം, പ്രശ്നം, സെപ്പറേഷൻ, ഡിവോഴ്സ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സിംറ്റംസ്, ഇത് ഏതെടുത്താലും നമുക്ക് അതിനകത്ത് മോർ ദാൻ 90% PCOS ഡയഗ്നോസിസ് കിട്ടുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അൺഡയഗ്നോസ്ഡാണ്. അതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം ഓരോന്നോരോന്നും. ഇപ്പോൾ ഒരു പേഷ്യൻ്റെ ചാർട്ട് എടുത്തതിൽ 34 വയസ്സ്, കല്യാണം കഴിഞ്ഞ് 6 വർഷം, ഇവരുടെ കംപ്ലയിൻസ് ചുരുക്കിയാട്ടോ പറയണേ. കംപ്ലയിൻസിൽ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, സിവിയർ സെക്ഷൽ പ്രോബ്ലംസ്, ഡിസ്ഫങ്ഷൻസ് പലതുണ്ട്, സൈക്കോളജിക്കൽ സിംറ്റംസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഡിവോഴ്സിന് ഓൾമോസ്റ്റ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ഇവർ വരുന്നത്. കുട്ടികളില്ല, മറ്റേ അവർ തമ്മിലുള്ള കണക്ഷൻ ശരിയാവുന്നില്ല, സെക്ഷൽ പ്രോബ്ലംസ് ഇത്. പിന്നെ അവരുടെ പരിശോധിച്ചെന്ന് ചുരുക്കിയുള്ള ഇത് എന്ന് വെച്ചാൽ ഒബീസിറ്റി +++ എന്നിട്ടിട്ടുണ്ട്. +++ എന്നിടുമ്പോൾ 120 കൂടുതലാണ് അത് ഇടുന്നത്. അവർക്ക് വെയിറ്റ് ഉണ്ട്. പിന്നെ വൈഫ് ഹസ്ബൻഡിനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ്, ആള് ശരിയല്ല, ആളുടെ അപ്പടി കംപ്ലയിൻറ്റ്, ആൾ ദുഷ്ടനാണ്, അതായതാണ് ഫോർ പ്ലേ ഇല്ല, അതുകൊണ്ട് സെക്സ് എൻജോയ് ഇല്ല, അങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ്സ്. ഹസ്ബൻഡിൻ്റെ സൈഡ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ആൾക്ക് പോൺ അഡിക്ഷൻ ഉണ്ട്, ഇപ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷനും ഉണ്ട്. പിന്നെ വൈഫ് എപ്പോഴും ആംഗ്രിയും അക്യൂസിങ് ആയതുകൊണ്ട് ആൾക്ക് വൈഫിനോട് താല്പര്യം തോന്നുന്നില്ല. ഇവരിങ്ങനെ എപ്പോഴും മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നു, സങ്കടം, ദേഷ്യം, പൊട്ടിത്തെറി, വലിച്ചെറിയലൊക്കെ ആയതുകൊണ്ട് ആൾക്ക് താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ കണക്ഷൻ ശരിയാവാത്തതുകൊണ്ടും കുട്ടികളില്ലാത്തതുകൊണ്ടുമാണ് അവർ വന്നേക്കുന്നത്. ഒരു ഡിസാസ്റ്ററിനുള്ള മൊത്തം റെസിപ്പി ഉണ്ട് അവിടെ രണ്ട് സൈഡിൽ നിന്നും. PCOS മിക്കവരും അങ്ങനെയൊക്കെയാണ്. ഇത് ലൈക്ക് ഒരു ആവറേജ് ആയിട്ട് എടുത്തുന്നുള്ളൂ. ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേഷ്യൻസിനുള്ള പ്രോബ്ലമാണ്. കാരണം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ PCOS ഭയങ്കര കോമണാണ്. അപ്പോൾ ഇവരുടെ മാനേജ്മെൻറ്റ് ഇച്ചിരി ചാലഞ്ചിങ് ആയിരുന്നു. കാരണം രണ്ടാൾക്കും പ്രോബ്ലം ഉണ്ട്. പിന്നെ ഓവർ വെയിറ്റ് അത്ര എളുപ്പമല്ല, ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ടാണ് വെയിറ്റ് കുറയ്ക്കാൻ. അപ്പോൾ ഇവർക്ക് ആക്ച്വലി അവരോട് നമ്മൾ പറഞ്ഞു, യു ഹാവ് എനി ഇൻറ്റൻഷൻ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻറ്റൻസീവ് തന്നെ വേണം. അപ്പോൾ ഇതിൽ അഡ്മിറ്റ് വൈഫ് 1 month എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വൈഫിനെ ആക്ച്വലി 1 മാസം ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ സിംറ്റംസിന്, ആങ്സൈറ്റി, ഡിപ്രഷന്, ഇതിനൊക്കെ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, പിന്നെ CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, പിന്നെ അവരുടെ ഡയറ്റും എക്സസൈസും നിർത്തി അവരെ ഡയറ്റ് ചേഞ്ച് ചെയ്ത് അവർക്ക് കുറേ എക്സസൈസുകൾ കൊടുത്ത് റിലാക്സേഷൻ ടെക്നീക്സ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ അതിൽ ബ്രീതിങ്ങും മെഡിറ്റേഷനൊക്കെ വരും. പിന്നെ സെക്സ് തെറാപ്പി, കാരണം ഇവർ തമ്മിലുള്ള ഇത് ശരിയാവുന്നില്ല. അപ്പോൾ സെക്സ് തെറാപ്പിയും കൊടുത്തിട്ട് മെയിൻലി ഇവർക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്തത്. അത് പല പേഷ്യൻസിലും നമ്മൾ കാണുന്നത് അതാണ്. നമ്മൾ ഈ കൗൺസിലിംഗ് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അവരുടെ ലൈഫിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം. അതായത് ഇവർ ട്രൈ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ മിക്കവരും മറ്റേ വ്യക്തിനെ കംപ്ലയിൻറ്റ്, ആളെ ശരിയാക്കണം, ആൾക്കാണ് അപ്പടി പ്രോബ്ലം. അപ്പോൾ ഇവർ ഈ കൗൺസിലേഴ്സ് കുറേ ഇങ്ങനെ എഴുതിക്കും ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ അവർക്കൊരു റിയലൈസേഷൻ വരും, ലൈക്ക് ഓക്കെ നമ്മുടെ സൈഡിലും പ്രോബ്ലം ഉണ്ട്, മറ്റേ വ്യക്തിയുടെ സൈഡ് മാത്രമല്ല. പിന്നെ മറ്റേ വ്യക്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മളുടെ മറ്റേ വ്യക്തിയുടെ പെരുമാറ്റത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ബേസിക്കലി കൗൺസിലിങ്ങിൽ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ അതിനകത്തൊരു സെൽഫ് റിയലൈസേഷനും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ആക്ച്വലി ഇവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് ഇവർ ഭയങ്കര വ്യത്യാസം ഉണ്ടായി. ഇവർ ആ 1 month തന്നെ അവർ കുറച്ച് ആക്ടിവേറ്റഡായി, അവരുടെ ആ ഡൾനെസ് പോയി. കാര്യം വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു മെത്തേഡ് ഉണ്ട്, സ്ലോ ആയിട്ട് അവരെ കുറേശ്ശെ ഇൻറ്റൻസ് അല്ലാതെ കുറേ നേരം ചെയ്യിപ്പിക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ. ഇപ്പം നിന്നുകൊണ്ട് ചെയ്ത് കാലുവേദന വരുന്നത് നമ്മൾ കിടത്തി എക്സസൈസ് ചെയ്യിപ്പിക്കും. പിന്നെ അവർക്ക് മെഡിറ്റേഷനും യോഗയും ഹിപ്നോസിസും അതൊക്കെ കൊടുക്കും. അപ്പം ഇവർ ആക്ച്വലി 1 month അവരുടെ സെക്ഷൽ ഇത് കറക്റ്റായി, അവർ ഹസ്ബൻഡുമായിട്ടുള്ള കണക്ഷനൊക്കെ ശരിയായി. പിന്നെ ഹസ്ബൻഡിന് പോണ്ടി അഡിക്ഷൻ, അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. ആൾക്ക് പോണ്ടി അഡിക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പം വൈഫിനോട് ആൾക്ക് താല്പര്യം വരാൻ തുടങ്ങി. അപ്പം ഇവർ തമ്മിലുള്ള കണക്ഷൻ ശരിയായി. പിന്നെ അവർ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയതിന് ശേഷം വിതിൻ 3 months പേഷ്യൻ്റ് ഗോട്ട് പ്രഗ്നൻറ്റ്.
പ്രഗ്നന്റ് ആയി. പക്ഷെ അവർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ 2 വയസ്സുള്ള കുട്ടിയുണ്ട്. അപ്പൊ അതൊരു നല്ല ഇതാ. കാരണം എല്ലാവർക്കും ആ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരിപ്പോ അത്യാവശ്യം ഹാപ്പി ഫാമിലി ആയിട്ട് പോകുന്നു. ഐ മീൻ തല്ലുകൂട്ടങ്ങൾ ഇപ്പോഴും ഉണ്ടാവാം. ബട്ട് ചൈൽഡ് വന്നപ്പം ഈ വൈഫിന്റെ കോൺസെൻട്രേഷൻ മൊത്തം ചൈൽഡിലേക്ക് പോയപ്പം ഭർത്താവുമായിട്ടുള്ള വഴക്കുകൾ കുറച്ച് കുറഞ്ഞു. പിന്നെ ഇവരുടെ ഇൻലോസിന്റെ കൂടെയായിരുന്നു, അവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു. കൊച്ചു വരുമ്പോൾ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോകും. അപ്പൊ ദാറ്റ് ആക്ച്വലി മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പം ഒരു ഫാമിലി ഇപ്പൊ അവർ എത്ര വഴക്കും പ്രശ്നം ഉണ്ടെങ്കിലും അവരെ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. ഇനി വേറൊരു പേഷ്യൻറ്റിൻ്റെ എടുക്കാം. ഈ പേഷ്യൻറ്റിൻ്റെ വയസ്സ് 36. ഇവരുടെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. സിവിയർ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെന്ന് അവർ ആദ്യമേ പറഞ്ഞിരുന്നു. PCOS ഉണ്ട്. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 5 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി. 5 പ്രാവശ്യവും അത് അബോർഷനായിപ്പോയി. അപ്പോൾ അവർക്ക് കുട്ടികളില്ല, പ്ലസ് അവർ ഭയങ്കര ഡിപ്രസ്ഡ്. അപ്പോൾ PCOSൽ ഓൾറെഡി ഡിപ്രഷൻ ഉണ്ടാവും, പ്ലസ് ഈ 5 മിസ്കാരേജും ഇൻഫെർട്ടിലിറ്റി ഒക്കെ ആയപ്പോൾ പുള്ളിക്കാരത്തി ഡിപ്രസ്ഡ് ആയിരുന്നു. പിന്നെ അവർക്ക് പോരാത്തതിന് ചൈൽഡ്ഹുഡ് ട്രോമ കുറേ ഉണ്ടായിരുന്നു. ഭയങ്കര ബാഡ് ചൈൽഡ്ഹുഡാണ് ഈ സ്ത്രീയുടെ. ഇപ്പോഴത്തെ അവരുടെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ മദർ ഇവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ ഇവർ മിണ്ടാനോ കൂട്ടാനോ ഒന്നും സമ്മതിക്കില്ല. ഇവർ പുറത്ത് പോകാനോ അവർ സമ്മതിക്കില്ല. പുറത്ത് പോകുമ്പോൾ അവർ വേണം കൂടെ. ഐ മീൻ അത് ഭയങ്കര സ്ട്രേഞ്ചാണ്. 36 വയസ്സ് അവർ കല്യാണം കഴിഞ്ഞിട്ട് 10-12 വർഷമായിട്ടും പുറത്ത് പോകണമെങ്കിൽ മദറിൻ്റെ കൂടെ. അത് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു വല്ലാത്തൊരു ഇതാണ്. അതായത് ദേ ഡോണ്ട് അലൗ ദം ടു ബി ടുഗെദർ. അപ്പോൾ ഇവർ ഡിപ്രഷൻ്റെ ഒരു കാരണം അവരുടെ ഇൻ്റർഫിയറൻസ് ആണ്. അപ്പം നമ്മൾ ആ കൾച്ചറൽ ഇമ്പാക്റ്റും കൂടെ മനസ്സിലാക്കണം PCOSൻ്റെ. ഇതെല്ലാം പോരാത്തതിന് അയാൾക്ക് കുറച്ച് സസ്പീഷ്യനാണ് വൈഫിൻ്റെ അടുത്ത്. ഇവർ ഓൾറെഡി ഡിപ്രസ്ഡ് ആണ്. ഇയാൾക്ക് ഒരു പാരനോയാണ്, വൈഫിന് വേറെ കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയങ്ങളും. അയാൾക്ക് ടെററ്റോസ്പെർമിയ. അപ്പം 5 അബോർഷൻ ഉണ്ട്. അപ്പം അയാളുടെ ടെററ്റോസ്പെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഹസ്ബൻഡിൻ്റെ സെമൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അബ്നോർമൽ ഷേപ്പിലുള്ള ബീജങ്ങൾ, അതാണ് ടെററ്റോസ്പെർമിയ പറയുന്നത്. അപ്പം നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു കാരണം അബോർഷന് ഇവരുടെ ഈ അബ്നോർമൽ ബീജങ്ങളായിരിക്കാം. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ PCOSൽ നമ്മളിങ്ങനെ നിറയെ കുഞ്ഞു സിസ്റ്റുകളുണ്ട്. അതാണല്ലോ PCOS. അപ്പം ഈ സിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ എഗ് ഹാഫ് ഡെവലപ്പ് ചെയ്ത് ഇരിക്കുന്നതാണ്. ഇത് 2 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് ഓവുലേഷനായിട്ട് വിരിയണേ. ഒരു 10 മില്ലിമീറ്റർ ആയിട്ട് ഇതിങ്ങനെ നിൽക്കും. അത് പിന്നെ വലുതാവില്ല. അതാണ് ഈ PCOS, ഹോർമോൺ പ്രോബ്ലം. അപ്പം നിറയെ സിസ്റ്റുകളുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഓവുലേഷനായി വിരിഞ്ഞു പോകേണ്ട എഗ്ഗുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് ഈ സിസ്റ്റുകൾ, ബലൂൺ പോലെ. അപ്പൊ ഇതിനകത്ത് ഹാഫ് ഡെവലപ്മെന്റിൽ ഇരിക്കുന്നത് കാരണം ഈ അണ്ടങ്ങൾ, ഈ എഗ്സ് ഒക്കെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് പലത് അബ്നോർമൽ ആവും. കാരണം പകുതി ഡെവലപ്മെന്റിൽ കുറെ നാൾ ഇരിക്കുന്നു, പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ അത് വലുതായി വിരിയുന്നു. അതപ്പോൾ അബ്നോർമൽ ആണെങ്കിൽ ഉണ്ടാവുന്ന ഭ്രൂണം അബ്നോർമൽ ആണ്. അപ്പൊ ആ ഒരു കാരണം കുറെ അബോർഷൻ ഉണ്ടാവും. അത് മാത്രമല്ല ഇവരുടെ ഹോർമോൺസ് അബ്നോർമൽ ആണല്ലോ. LH-FSH അബ്നോർമൽ ആണ്, ടെസ്റ്റോസ്ട്രോൺ അബ്നോർമൽ ആണ്, പലർക്കും തൈറോയിഡ് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഈ അബ്നോർമൽ ഹോർമോൺ കാരണം അബോർഷൻ ഉണ്ടാവാം. അപ്പോൾ PCOS ഉള്ളപ്പോൾ ഓവുലേഷൻ ഉണ്ടാകുമ്പോൾ വരുന്ന എഗ്ഗ് ഹെൽത്തി ആണോ നോൺ ഹെൽത്തി ആണോ എന്നുള്ളത് പ്രഡിക്റ്റബിൾ അല്ല. പലപ്പോഴും നോൺ ഹെൽത്തിയാണ്. കാരണം നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് 10-20 എഗ്ഗ് ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷെ അതിനകത്ത് ഒരു എംബ്രിയോ പോലും ചിലപ്പോൾ നല്ലത് അല്ലെങ്കിൽ ഫോം ആവില്ല. നമ്മൾ ഈ 3-4 എഗ്ഗ് കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ നല്ല എംബ്രിയോ ഉണ്ടാവും. അപ്പോൾ ഈ PCOSൽ കോമൺ ആണ് എഗ്ഗിന്റെ പ്രശ്നം, ക്വാളിറ്റി. അത് അബോർഷൻ ഉണ്ടാക്കും, മിസ്കാരേജ് ഉണ്ടാക്കും. അപ്പം അതിന് നമ്മൾ ആക്ച്വലി ട്രീറ്റ്മെൻറ്റ്, ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലാപ്രോസ്കോപ്പിക് ഓവേറിയൻ ഡ്രില്ലിംഗ് എന്ന് പറയും. നമ്മളിങ്ങനെ കീ ഹോൾ സർജറി വഴി നോക്കിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇത് വിരിച്ച് കളയും ഇലക്ട്രോ കോട്ടറി വെച്ച്. അപ്പം പഴയ എഗ്സ് ഒക്കെ ഇങ്ങനെ വിരിച്ച് കളയുമ്പോൾ നമുക്ക് ഫ്രഷ് എഗ്സ് വരുമ്പോൾ മിസ്കാരേജ് റേറ്റ് കുറവ് കാണും. മാത്രമല്ല നമ്മൾ ഈ ഇലക്ട്രോ കോട്ടറി വെച്ച് ചെയ്യുമ്പോൾ ഈ അതിൻ്റെ എഫക്റ്റ് ഓൺ ഓവറി കാരണം ഹോർമോൺസ് നോർമലാവും. അപ്പം ഇങ്ങനെയുള്ള കേസിന് ആക്ച്വലി ലാപ്പ് നല്ല എഫക്റ്റീവാണ്. ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് സിവിയർ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാപ്രോസ്കോപ്പി. അപ്പോൾ ഇവർക്ക് ബേസിക്കലി ചെയ്തത് ഇവർ ഡിപ്രസ്ഡ് ആയതുകൊണ്ട് ഇവർക്ക് കുറേ കൗൺസിലിംഗ് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ആ കൗൺസിലിങ്ങിന് തന്നെ
കുറേ വിഷ്വലൈസേഷൻ ടെക്നീക്സ്, അതായത് ഇവരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു കുഞ്ഞുണ്ടാവണതിനെ കുറിച്ച് സ്വപ്നം കാണുക, ഇവർ ഓവുലേഷൻ അത് ഡെയിലി ഇവരെ കൊണ്ട് കുറേ ചെയ്യിപ്പിച്ചു. അതായത് തിങ്ക് ഓഫ് എ ഹെൽത്തി ബേബി, തിങ്ക് ഓഫ് എ ഹെൽത്തി പ്രഗ്നൻസി, ആ വിഷ്വലൈസേഷൻ ടെക്നീക്സ് ഇത്. പിന്നെ ഡിപ്രഷനുള്ള കൗൺസിലിംഗ് ടെക്നീക്സും ഇതും ചെയ്തു. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിതിൻ കപ്പിൾ ഓഫ് മന്ത്സ് ഇവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ ഇവരുടെ ഡയറ്റും എക്സസൈസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. ഇവർക്ക് ലാപ്രോസ്കോപ്പി ചെയ്തില്ല. ഇവർ വിതിൻ ഫ്യൂ മന്ത്സ് ഈ ലേഡി ഡിപ്രഷൻ ഒന്നാമത്തെ താരം വീട്ടിൽ നിന്ന് പുറത്ത് വരാനൊരു സ്ഥലമായി അവർക്ക്, വെച്ചാൽ അമ്മായിമ്മ ഇല്ലാതെ. അപ്പോൾ ഈ ഹസ്ബൻഡുമായിട്ടും ഇത് കിട്ടി. അപ്പോൾ അവർ ഇച്ചിരി കൂടെ ബെറ്ററായി. ഷീ റീസ്റ്റാർട്ടഡ് എ ജോബ്. അവർക്ക് പണ്ട് ജോലി ഉണ്ടായിരുന്നു, അവർ രണ്ടാമത് ജോലി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഹസ്ബൻഡിനും ടെറട്ടോസ്പെർമിക്ക് ഇതിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. നൗ ചൈൽഡ് 6 months എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടി ഉണ്ടായി, ഇപ്പോൾ 6 months ആയി. അപ്പോൾ അവർക്ക് ജോലിയും കിട്ടി, കുട്ടിയുമായി. അപ്പം നമുക്ക് പലപ്പോഴും ജസ്റ്റ് നമ്മുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം വരുത്താൻ പറ്റും. ഓക്കെ, ഇനിയൊരു ഡോക്ടറിന് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഡോക്ടർ കപ്പിളാണേ. ലേഡിയുടെ ഏജ് 30 years. അപ്പോൾ ഇവർക്ക് മെയിൻ പ്രോബ്ലം ഇൻഫെർട്ടിലിറ്റി, PCOS. പിന്നെ ഇതിനകത്ത് സിവിയർ സൈക്കോളജിക്കൽ സിംറ്റംസ് എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. പിന്നെ ചാർട്ടിൽ ഹെപ്പറ്റോമെഗാലി വിത്ത് ഗ്രേഡ് 2 ഫാറ്റി ലിവർ. ഈ ഫാറ്റി ലിവർ ഇത് നമ്മളിപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് PCOSലുള്ള ഒരു പ്രോബ്ലം. ഈവൻ 12 വയസ്സ് 14 വയസ്സ് കുട്ടികൾക്ക് നമുക്കിപ്പോൾ ഫാറ്റി ലിവർ കിട്ടുന്നുണ്ട്. ഈ കൊഴുപ്പ് ലിവറിൽ അടിയെന്നാണ് ഫാറ്റി ലിവർ. അപ്പം നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ ഭയങ്കരമായിട്ട് കുറയും. അത് ഇറ്റ്സ് വെരി വെരി ഹാംഫുൾ. അത് പിന്നീട് ലിവർ ഫെയിലർ, നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ലിവർ ഫെയിലർ വരാൻ സാധ്യതയുള്ള കണ്ടീഷനാണ്. അപ്പം അതുകൊണ്ട് ഡയറ്റിൽ ഫാറ്റ് കുറയ്ക്കേണ്ടത് നമ്മൾ PCOSൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റ്. കാരണം ഇപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് കുട്ടികളിൽ പോലും കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ട് ഫാറ്റി ലിവർ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ കൾപ്രിറ്റ്സ് ആക്ച്വലി പേരൻസ് ആണ്. അപ്പം ഇവർ പുറത്താണ് വളർന്നത് ആക്ച്വലി, ഈ ഡോക്ടർ. അപ്പം അവർ മിഡിൽ ഈസ്റ്റിലെ ഫുഡ് അറിയാമല്ലോ, ഭയങ്കര റിച്ച് ഫുഡൊക്കെ കഴിച്ച് ഉള്ള മയോണൈസും ബട്ടറും ചീസും ഒക്കെ കഴിച്ച്. അപ്പം അവരുടെ പേരൻസ് പ്രോബബ്ലി അവരെ ഫീഡ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അപ്പം പാരൻറ്റിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾ ഒന്ന് ഒരുപാട് റിച്ച് ഫുഡ് അവർക്ക് കൊടുക്കാതിരിക്കുക. സെക്കൻഡ് തിങ്, കുട്ടികളെ കളിക്കാൻ അനുവദിക്കുക. ഇവർ ഈ 30 വയസ്സിൽ ഇത്രയും പ്രശ്നം മീൻസ് ലൈക്ക് ഇതിൻ്റെ കാരണം ഇത് ജനറ്റിക് ആണല്ലോ. ഇതിൻ്റെ റീസൺ അവരുടെ പേരൻറ്റിങ് അല്ലേ. അപ്പം പേരൻസിനെ അല്ലേ കുറ്റം പറയണ്ടേ. ഇവർ കളിക്കാൻ സമ്മതിക്കാതെ ഈ കൂട്ടിലിട്ട പോലെ ഒരു ഫോണും കൊടുത്ത് കുട്ടികളെ വളർത്തി ഇഷ്ടം പോലെ ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 25-30 വയസ്സാകുമ്പോൾ എല്ലാവരും രോഗികളാവും. ഇപ്പം ഈ ഡോക്ടറിൻ്റെ ഇത് ഭയങ്കര തിരക്കുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ അവർക്ക് സമയവും ഇല്ല എക്സസൈസിനും ഒന്നിനും, പഠിക്കാനും ജോലി ചെയ്ത്. അവർക്ക് ഫാറ്റി ലിവർ ഉണ്ട്, നോൺ ഒബ്സ്ട്രക്റ്റീവ് റീനൽ കാൽക്കുലസ്, ഒരു സ്റ്റോൺ ഉണ്ട്, കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ, പ്രീ ഡയബറ്റിക്, ഹൈപ്പോതൈറോയിഡിസം, ഹൈ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഓൾറെഡി പ്രീ ഡയബറ്റിക് ആണ്. പ്ലസ് ഇവരുടെ സൈക്കോളജിക്കൽ സിംറ്റംസ് എക്സ്ട്രീംലി ഹൈ ആണ്. അപ്പം നമ്മളൊരു സൈക്കോളജിക്കൽ സിംറ്റംസ് എന്ന് പറയുമ്പോഴേ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ആക്ച്വലി PCOS ഉള്ളവർക്ക് സൈക്കോളജിക്കൽ സിംറ്റംസ് ഹൈ ആയതുകൊണ്ട് ഒരു സ്കോർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്കോർ എല്ലാ പേഷ്യൻറ്റിനും എടുക്കും PCOS ഉള്ളവർക്ക്. അപ്പോൾ ഇതിനകത്ത് 0, 1, 2, 3 എന്നിട്ടിട്ട് അവർ പറയുന്നതാണ്. അപ്പം ആ പേഷ്യൻറ്റിൻ്റെ വാല്യുവേഷൻ തന്നെയാണ്. അപ്പം അതിനകത്ത് മൂഡ് വേരിയേഷൻ, ഇറിറ്റബിലിറ്റി, പുവർ ബോഡി ഇമേജ്, സോഷ്യൽ ഐസൊലേഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡൽ ടെൻഡൻസി, ഈറ്റിംഗ് ഡിസോർഡർ, സ്ലീപ്പിംഗ് ഡിസോർഡർ, ലത്താജി, ഇത്രയും ഇടും. അപ്പോൾ നമുക്ക് മിക്കവർക്കും ഇതിൽ കിട്ടാറുണ്ട്. ഇതിൽ 0 ഒക്കെ എനിക്ക് കിട്ടുന്നത് വളരെ റെയറായിട്ടാണ് PCO പേഷ്യൻ്റ്. അപ്പോൾ ഈ പേഷ്യൻ്റ് എടുത്താൽ മൂഡ് വേരിയേഷൻ 2, ഇറിറ്റബിലിറ്റി 2, പുവർ ബോഡി ഇമേജ് 2, ബാക്കി എല്ലാത്തിനും 1, 1, 2 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈക്കോളജിക്കൽ സിംറ്റംസ് ഈ പേഷ്യൻറ്റിനുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർക്ക് വെയിറ്റ് കൂടുതൽ, ഒബീസ് ആയിരുന്നു. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ്, എക്സസൈസ്, ബോഡി ഹെൽത്തി, കൗൺസിലിംഗ് ഇതെല്ലാം കൊടുത്തു. പക്ഷെ ഇവർക്കത് അത്ര കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അവരുടെ വർക്കും ഇതും കാരണം. മെയിൻ PCO ആൾക്കാരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ഷീണം ഉണ്ടാവും, ലെത്താർജി ഉണ്ടാവും. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ച് ചെയ്യും, പിന്നെ അവർ നിർത്തിക്കളയും. അവിടെ ഇവിടെയൊക്കെ വേദന വരും, പ്രശ്നങ്ങൾ വരും, നിർത്തിക്കളയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു CBT എന്ന് പറയുന്ന ടെക്നീക്ക് യൂസ് ചെയ്യുന്നത്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അപ്പോൾ അവർ വില്ലിങ് ആണെങ്കിൽ ഓവർ ദ പീരിയഡ് ഓഫ് 6 weeks അല്ലെങ്കിൽ 9 weeks
ഒരു കൗൺസിലർ ഇവർക്ക് ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവർ ഓരോ ആഴ്ചയും ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അത് ഡയറ്റിലും എക്സസൈസിലും കൗൺസിലിങ്ങിലും CBT ഉണ്ട്. അപ്പോൾ ഇവരുടെ ഓരോ ആഴ്ചത്തെയും ഡയറ്റ് നിങ്ങൾ എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ ഇത് എന്നുള്ള പാരാമീറ്റേഴ്സ് നോക്കും. ഇപ്പോൾ എക്സസൈസ് കൗൺസിലർ, ഫിസിക്കൽ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണവരാണെങ്കിൽ ഇവരെ ഫുൾ ഡേ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കും. ഇവർ പോയി കഴിയുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യും. എവറി വീക്ക് നിങ്ങൾ എത്ര ചെയ്തു. അപ്പോൾ വേറൊരാൾ ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ടും ഒരു ഒബ്ജക്റ്റീവ് മെഷർമെൻറ്റ്. അപ്പോൾ ഇവരിങ്ങനെ എഴുതണം, കാലണ്ടർ എഴുതണം, ഇത്ര ഹാഫ് ആൻ അവർ യോഗ ചെയ്തു അല്ലെങ്കിൽ 1 hour നടന്നു, വട്ട് എവർ ദേ ഡു. അപ്പോൾ ഇവരിങ്ങനെ ചെക്ക് ചെയ്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് വർക്ക് ചെയ്യും CBT. പിന്നെ CBT ചെയ്യുമ്പോൾ ഇവരുടെ പേരൻസിനെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണറിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ കൗൺസിലേഴ്സ് അവരെ കണ്ടിട്ട് പറയും നിങ്ങൾ 2 ആളും കൂടെ നടക്കാൻ പോകും, അല്ലെങ്കിൽ 2 ആളും കൂടെ ജിം ജോയിൻ ചെയ്യും. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ 2 ആളും കൂടെ ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ചാൻസസ് ഹയർ ആണ്. പിന്നെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ എപ്പോഴും ഒരു ക്യൂ വേണം. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സസൈസിൻ്റെ ഷൂസും ഡ്രസ്സും എടുത്ത് അവിടെ പുറത്ത് വയ്ക്കുക രാത്രി. അപ്പോൾ ഫസ്റ്റ് തിങ് രാവിലെ എണീച്ച് കഴിഞ്ഞത് ഓർത്തു. അപ്പോൾ ഇതൊരു ഇതാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറേ ആഴ്ച നമ്മളതുപോലെ ചെയ്യും. അപ്പോൾ ചിലവർക്ക് അത് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ അവർക്കത് വേർത്തിയാണ് എന്ന് തോന്നി അത് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് ഉണ്ട്. പക്ഷെ ചില ആളുകൾക്ക്, എസ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ പ്രോബ്ലം ഞങ്ങൾ കണ്ടേക്കണം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് കമ്മിറ്റ് ചെയ്താൽ അവർക്ക് ചെയ്യാൻ പറ്റാറില്ല. ബിക്കോസ് ഓഫ് ദ ബിസി ഷെഡ്യൂൾ അവർ അൺഹെൽത്തി ആവും. ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം തെറ്റിപ്പോവും. അപ്പം ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കൗൺസിലിംഗ് അവർ ഓൺലൈനായിട്ട് കുറേ എടുത്തു. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ആഫ്റ്റർ 6 months നോട്ട് പ്രഗ്നൻറ്റ്, കൺസീവ് ആയില്ല. പിന്നെ അവർക്ക് ലാപ്രോസ്കോപ്പിക് ഡ്രില്ലിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ലെട്രസോളും ഫോളിക്കുലർ സ്റ്റഡിയും IUI. എന്നിട്ട് അവർ പ്രഗ്നൻ്റ്. അതായത് നമ്മൾ ഓവുലേഷൻ ഉണ്ടാവാൻ ഗുളിക കൊടുത്തു, സ്കാൻ ചെയ്ത് ഓവുലേഷൻ മോണിറ്റർ ചെയ്തു. അത് കഴിഞ്ഞ് IUI ചെയ്തു. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, ഈ സ്പേം എടുത്ത് യൂട്രസിൽ വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ലല്ലോ, ബന്ധപ്പെടാൻ സമയമില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. പ്രൊഫഷൻ ബിസി ആവുമ്പോൾ നമ്മളുടെ ആരോഗ്യം നോക്കാൻ സമയമില്ലാണ്ടാവുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജോലി ചെയ്യണ വേർത്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം ഐഡിയലി എനിക്ക് തോന്നുന്നു ഒരു പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യണം ഇഫ് യു ആർ നോട്ട് ഹെൽത്തി ആൻഡ് സ്പെൻഡ് ടൈം. ആരോഗ്യത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. കാരണം എത്ര പൈസ ഉണ്ടായാലും കുറച്ച് കഴിഞ്ഞ് ആരോഗ്യമില്ല അല്ലെങ്കിൽ ഫാമിലി ഇല്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ല. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ദാറ്റ് ലൈക്ക് സ്പെൻഡ് ടൈം ഫോർ യുവർ ഹെൽത്ത്.